ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് പഠിക്കാൻ തുടങ്ങിയിട്ടേ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കാമെന്ന്. മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ കൂടുതലായിട്ട് വാങ്ങി വയ്ക്കും കേട്ടോ. അതൊക്കെ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചതിൽ ഞാൻ ഈ ഒരു തുണി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോൾ ഞാനിത് എടുത്തതാണ്. ഇതാണ് അവസ്ഥ കേട്ടോ. എന്തെങ്കിലും തയ്ക്കണമെങ്കിൽ മോനെ ആരെങ്കിലും നോക്കാതെ ഒരു രക്ഷയുമില്ല. അവൻ ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കും. അവസാനം അച്ഛൻ വന്ന് എടുത്തതിന് ശേഷമാണ് കേട്ടോ അവനത് ചെയ്യാനായിട്ട് സമ്മതിച്ചത്. ഈ ഒരു തുണി ആയതുകൊണ്ട് തന്നെ റയോണാണേ, എനിക്ക് പിടിക്കാനൊക്കെ ഒരു ഹെൽപ്പ് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അമ്മ അതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളുടെ ബോഡിയുടെ പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അത് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് ഡബിൾ ചെക്ക് ചെയ്തു കേട്ടോ. കാരണം എനിക്ക് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി അതിനുശേഷം കട്ടിങ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇനി എല്ലാം ആയതിനു ശേഷം നമുക്ക് തയ്ക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം എടുത്തു കേട്ടോ ഞാനിത് തയ്ച്ച് കഴിയാനായിട്ട്. കാരണം എൻ്റെ കയ്യിലെ മെഷീൻ എന്ന് പറയുന്നത് സാധാരണ മെഷീനാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോകുന്നു, അതുപോലെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇങ്ങനത്തെ തുണി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. എന്തായാലും അതൊന്ന് സർവീസിന് കൊടുക്കണം, എന്നാൽ മാത്രമേ ഭംഗിയായിട്ട് നമുക്ക് അടിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഈ ചവിട്ടി തയ്ക്കൽ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇതെന്നെ പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോകും, നമുക്ക് കുടുക്കിടാനായിട്ട് പറ്റില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ചൂടുണ്ടായിരുന്നു ആ ഒരു റൂമിൽ വന്നിട്ട്. നമുക്ക് പുറത്തുള്ളൊരു കുഞ്ഞു റൂമാണ്, അതിനകത്ത് വെച്ചിട്ടാണ് തയ്ക്കാറുള്ളത്. അപ്പോൾ ഓരോ സംഭവം തയ്ക്കുമ്പോഴും ഫിനിഷിങ് നന്നായിട്ട് വരണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തയ്ക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ ടൈം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രണ്ട് ഭാഗം ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ എൻ്റെ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അമ്മ കുറച്ച് ഫുഡൊക്കെ എനിക്ക് വാരി തന്നു കേട്ടോ. കാരണം ഒരു കാര്യത്തിന് ഇരുന്ന് അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇറങ്ങുള്ളൂ. അതെനിക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും അന്ന് തന്നെ തയ്ച്ചിട്ട് എനിക്ക് ഇട്ട് നോക്കണം എന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ സ്ലീവൊക്കെ ഈ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ലീവാണ്. നമുക്ക് തോൾക്കുഴിയൊക്കെ നല്ല കറക്റ്റായിട്ടാണെങ്കിലുണ്ടല്ലോ അത് അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് പറയാം കേട്ടോ. എനിക്ക് ഫുൾ അംബ്രല്ല ഫ്രോക്ക് അടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അത്രയും എനിക്ക് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നിയത് പിറകിലൊരു നാട വെച്ച് കെട്ടണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈ കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അത് ഭയങ്കര എന്താ പറയുക, കുഞ്ഞുങ്ങളുടെ ഒരു ഇതുപോലെ ആയി പോകുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. നമുക്ക് അടിച്ചിട്ട് നമ്മളിടുമ്പം അതൊരു വല്ലാത്ത ഫീലിംഗ് ആണല്ലേ. ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. വലിയ കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇത്രയും ആവും എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല, ആവണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. എന്തായാലും എനിക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ. എന്തായാലും എനിക്കത് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്കോ?